റോങ് ആയിട്ടിരിക്കുന്നത്. കൊടുക്കല്ലേ? കൂടുതലുണ്ടോ? ഞാൻ ഇതിന്റെ അവന്റെ ഇറക്കം കാണില്ല. ഇനി അവൻ എന്തായാലും ഇറക്കും. മിക്കവാറും വിട്ടാ. ഇവര് പിന്നെ ഫ്രീ ആയാലും മെല്ലെ വിൽക്കുന്നടാ. പോട്ടെ. ഇത് പോയിക്കോട്ടെ കേട്ടോ. ഈ കുട്ടി ഓക്കെ വരണതാ. ഔട്ട് പോയിക്കോട്ടെ. ഇത് എന്റെ ഈ കുട്ടിന്റെ പേര് എന്താണ്? വണ്ടി
ഞാനിപ്പോ കോള് കണ്ടത് പിന്നെ അതുകൊണ്ടായിരുന്നു ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണ് ശ്രദ്ധിച്ചത്. നല്ല തിരക്കായിരുന്നു ഇന്ന്, അതുകൊണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. Hello, good evening all. Hello, good evening all. അപ്പം നമ്മുടെ ലൈബ്രറി സയൻസിന്റെ മാരത്തോൺ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ മാരത്തോൺ സെക്ഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബേസ് ഏരിയ തൊട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ അകത്തുള്ള കോർ കണ്ടന്റ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ ഒരു 1.5 hours കൊണ്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജോസീന എന്നാണ്. ഞാൻ നൈഫറിന്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ടൈം കളയാതെ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ നമ്മൾ ഈ 1.5 hours കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഓഫ് ലൈബ്രറി സയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി മാനേജ്മെന്റ്, അതായത് നമ്മുടെ ലൈബ്രറിയിൽ നടക്കുന്ന കുറെ റുട്ടീൻ കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഫങ്ഷൻസ്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൽ. അക്വിസിഷൻ ഫങ്ഷൻസ്, ഒരു അക്വിസിഷൻ സെക്ഷൻ, സർക്കുലേഷൻ സെക്ഷൻ, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പോളജീസ്, അതിന്റെ ബേസിക് നെറ്റ്വർക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജനറേഷൻസ്, അതൊക്കെ എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കോർ ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഓക്കെ, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ കോർ ഏരിയാസ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് ലോസ് ഓഫ് ലൈബ്രറി സയൻസ്. ഓക്കെ, നമ്മുടെ ലൈബ്രറി സയൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ഫാദർ ഓഫ് ലൈബ്രറി സയൻസ് ഇൻ ഇന്ത്യ ആരാണ്? ഡോക്ടർ SR രംഗനാഥനാണ്. അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കാതെ നമുക്ക് ഒരിക്കലും, എന്താ പറയാ, ലൈബ്രറി സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ബുക്സ് ആണ്. അതായത് നമ്മുടെ റീഡിങ്ങിനോ സ്റ്റഡി പേർപ്പസിനോ അല്ലെങ്കിൽ റെഫറൻസ് പേർപ്പസിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറെ ബുക്കിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കളക്ഷനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, ലൈബ്രറി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ലിബർ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്.
ലിബർ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ബുക്ക്. ഓക്കെ, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലൈബ്രറി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? ഓക്കെ, ലിബർ. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ലിബർ എന്ന് പറയുന്നത് എന്ത് വേർഡാണ്? ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഫാദർ ഓഫ് ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ SR രംഗനാഥനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ SR രംഗനാഥനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? നമ്മുടെ 5 laws ഓഫ് ലൈബ്രറി സയൻസ് ആണ്. അതായത് നമ്മുടെ ലൈബ്രറി ഓപ്പറേഷൻസിന്റെ ഒരു ഫണ്ടമെന്റൽ ബേസ് അല്ലെങ്കിൽ ഒരു കോർ ബേസ് കൊണ്ടുവന്നത് ആരാണ്? SR രംഗനാഥനാണ്. അദ്ദേഹത്തിന്റെ ഈ 5 laws ഓഫ് ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ലൈബ്രറി ഓപ്പറേഷൻസിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ലൈബ്രറി സയൻസിന്റെ കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ 5 laws ഓഫ് ലൈബ്രറി സയൻസിൽ നിന്ന് തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഈ 5 laws ഓഫ് ലൈബ്രറി സയൻസ് SR രംഗനാഥൻ കൺസീവ് ചെയ്യുന്നത് 1924-ലാണ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് 1928-ലാണ്. അതുപോലെ തന്നെ അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1931-ലാണ്. അത് രംഗനാഥന്റെ 5 laws ഓഫ് ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന ബുക്കിലാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഇയറും ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ 3 ലോസ്, ഈ 3 ഇയേഴ്സ് 1924, 1928 ആൻഡ് 1931. 1924 എന്ന് പറയുന്നത് 5 laws ഓഫ് ലൈബ്രറി സയൻസ് കൺസീവ് ചെയ്ത ഇയർ. അതിനുശേഷം ഓക്കെ, അതിനുശേഷം അദ്ദേഹം അത് ഫോർമുലേറ്റ് ചെയ്തു. ഫോർമുലേറ്റ് ചെയ്യുന്നത് 1928-ലാണ്. അതിനുശേഷം 1931-ലാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് അതിന്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക. ഒരിക്കലും നമുക്ക് ആ ഓർഡർ തെറ്റാൻ പാടില്ല. ഓക്കെ, 5 laws ഓഫ് ലൈബ്രറി സയൻസിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബുക്സ് ആർ ഫോർ യൂസ്. ഇത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കറക്റ്റ് ഓർഡറിൽ. അല്ലെങ്കിൽ ഇതിന്റെ സെക്കൻഡ് ലോ ഏതാണ്, ഫസ്റ്റ് ലോ ഏതാണ്, ഫിഫ്ത്ത് ലോ ഏതാണ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എവ്രി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്. തേർഡ് ലോ എന്ന് പറയുന്നത് എവ്രി ബുക്ക് ഇറ്റ്സ് റീഡർ. ഫോർത്ത് ലോ സേവ് ദ ടൈം ഓഫ് ദി റീഡർ. ഫിഫ്ത്ത് ലോ ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലൈബ്രറി സയൻസിന്റെ ഫസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ 5 laws ആണുള്ളത്. ഏതൊക്കെയാണ് 5 laws? ബുക്സ് ആർ ഫോർ യൂസ്, എവ്രി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്, എവ്രി ബുക്ക് ഇറ്റ്സ് റീഡർ, സേവ് ദ ടൈം ഓഫ് ദി റീഡർ, ആൻഡ് ഫൈനലി ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഇനി നമുക്ക് ഓരോ ലോസും ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ആ ഓരോ ലോ കൊണ്ടും മീൻ ചെയ്യുന്നത്? ഫസ്റ്റ് ലോ, ബുക്സ് ആർ ഫോർ യൂസ്. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ്. ലൈബ്രറിയിലുള്ള ബുക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതൊരിക്കലും യൂസേഴ്സിൽ നിന്ന് ഷട്ട് അവേ ചെയ്യാനുള്ളതല്ല, മറിച്ച് എന്താണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് രംഗനാഥന്റെ ഫസ്റ്റ് ലോ ആയ ബുക്സ് ആർ ഫോർ യൂസ് എന്ന ലോയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നതാണ് എവ്രി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്. ഓക്കെ, അപ്പം ഈ എവ്രി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക് എന്ന് പറയുമ്പോൾ ആ ലോ എംഫസൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? യൂസറിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബുക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാ യൂസേഴ്സിനും വേണ്ടിയുള്ളതാണ്. ബുക്സ് ആർ ഫോർ ഓൾ. ഓക്കെ,
അപ്പം അതായത് ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ നോളജ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ റീഡറിനും ഈക്വൽ റൈറ്റ് ആണുള്ളത്. അത് ഒരു റീഡറിന്റെ ഏജിനെയോ സെക്സിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏത് കാറ്റഗറിയിലാണോ അല്ലെങ്കിൽ ഏത് ഒക്കേഷനിലാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ ഒന്നും ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ മറിച്ച് ഓരോ റീഡറിനും നോളജ് ആക്സസ് ചെയ്യുക എന്നുള്ളത് ഈക്വൽ റൈറ്റ് ആണ്. ഓക്കെ, അതാണ് ഈ ഒരു സെക്കൻഡ് ലോയിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ബുക്സ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസറിന്റെ മോണോപോളിന് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, മറിച്ച് എന്താണ് ബുക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ ബുക്കിൽ നിന്ന് നോളജ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അത് എന്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? ലൈബ്രറി സർവീസിന്റെ ഡെമോക്രൈറ്റൈസേഷനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ആയ എവറി റീഡർ ഹിസ് ഓർ ഹർ ബുക്കിൽ പറയുന്നത്. ഇനി അടുത്തതാണ് എവറി ബുക്ക് ഇറ്റ്സ് റീഡർ. അപ്പം തേർഡ് ലോ എന്ന് പറയുന്നത് എവറി ബുക്ക് ഇറ്റ്സ് റീഡർ. ഇപ്പം ആ ഒരു ലോയില് എംഫസൈസ് കൊടുക്കുന്നത് എന്തിനാണ്? ബുക്കിനാണ് എംഫസൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ലൈബ്രറി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആക്ച്വലി റീഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു റീഡർ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ റീഡേഴ്സ് എന്തിനാണ് ആക്ച്വലി ലൈബ്രറിയിലോട്ട് വരുന്നത്? ബുക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലൈബ്രറിയിൽ ഏതൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാലും അത് പെർട്ടിക്കുലർ ആയിട്ട് ഒരു യൂസറിനെങ്കിലും ഉപകരിക്കും. ഓക്കെ, അതായത് ഒരു ലൈബ്രറിയിലുള്ള ഓരോ ബുക്കും ഒരു യൂസറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ചിലപ്പം നമുക്ക് പറയാം, അതായത് എന്താണ്, മജോറിറ്റി ഓഫ് യൂസേഴ്സ് എടുക്കാൻ സാധ്യതയുള്ള കുറച്ച് ബുക്കുകളുണ്ട്. ഓക്കെ, അപ്പം മാക്സിമം യൂട്ടിലൈസേഷൻ ഉള്ള ബുക്കുണ്ട്, മിനിമം യൂട്ടിലൈസേഷൻ ഉള്ള ബുക്കുണ്ട്. ഓക്കെ, അപ്പം എന്നിരുന്നാൽ കൂടി നമുക്ക് പറയാം ഒരു ബുക്ക് ഒരു പർട്ടിക്കുലർ റീഡറിന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് ആക്ച്വലി എവറി ബുക്ക് ഇറ്റ്സ് റീഡർ എന്ന് പറയുന്നത്? ലൈബ്രറിയിലുള്ള ഓരോ ബുക്കിനും ഒരു റീഡറെങ്കിലും ഉണ്ടാവും. ആ ബുക്ക് ആ റീഡറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഒരു ബുക്കും എന്തല്ല, ഒരു ബുക്കും നമുക്ക് നോ യൂസ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. ഏതൊരു ബുക്ക് എടുത്താലും അതൊക്കെ ഏതെങ്കിലും ഒരു റീഡറിന്റെ ടേസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതാണ് പറയുന്നത് എവറി ബുക്സ് റീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ബുക്കിനെയാണ്. അതുപോലെ തന്നെ ഇത്രയും മനസ്സിലാക്കുക, ഒരു ലൈബ്രറിയിൽ ഒരു ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്ക് ഒരു റീഡറിനെങ്കിലും എന്തായിരിക്കും? സാറ്റിസ്ഫയബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് തേർഡ് ലോ ഓഫ് ലൈബ്രറി സയൻസിൽ നമ്മൾ പറയുന്നത്. ഇനി ഫോർത്ത് ലോ ആണ് സേവ് ദ ടൈം ഓഫ് ദി റീഡർ. ഈ സേവ് ദ ടൈം ഓഫ് ദി റീഡർ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് അതിൽ നിന്ന് അർത്ഥമാക്കാൻ പറ്റുന്നേ? അതായത് ഇപ്പൊ ലൈബ്രറിയിലോട്ട് ഒരു യൂസർ കടന്നു വരിക, ഒരു യൂസർ കടന്നു വരുമ്പോൾ ആ ലൈബ്രറിയിലുള്ള ഒരു സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം മിനിമം ടൈമിൽ യൂസറിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കറിയാം റീഡേഴ്സ് എന്ന് പറയുന്നത് അവര് വായിക്കാൻ വരുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു റെഫറൻസ്, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തരും വരുന്നത് ഓരോരോ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് സർവീസ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് ഏറ്റവും മിനിമം പോസിബിൾ ടൈമിൽ നമുക്ക് അവർക്ക് സാധിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് സേവ് ദ ടൈം ഓഫ് ദി റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റീഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ബിസി ടൈംസിൽ അവർ കടന്നു വരുന്നവരായിരിക്കും. ഓക്കെ, അപ്പം അവരുടെ ആ ടൈം അവരുടെ പ്രീഷ്യസ് ടൈം നമ്മൾ എപ്പോഴും കണക്കിലെടുത്ത് നമ്മൾ അവർക്ക് ഏറ്റവും മിനിമം ടൈമിൽ അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് റീഡേഴ്സിന്റെ ടൈം സേവ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഫോർത്ത് ലോയിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ അല്ലെങ്കിൽ ഫിഫ്ത്ത് ലോ ആണ് ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താണ്? ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഡൈനാമിക്കാ. അതായത് ഒരു ഓർഗാനിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ ലൈബ്രറി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അത് എന്തിൻ്റെയൊക്കെ കേസിലായിരിക്കാം? ഇൻ ടേംസ് ഓഫ് ഡോക്യുമെന്റ്സ്, റീഡേഴ്സ് ആൻഡ് സ്റ്റാഫ്.
അതായത് ലൈബ്രറി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുള്ള ബുക്സ് വെച്ചിട്ട് അങ്ങനെ തന്നെ വർഷങ്ങളോളം കൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കരിക്കുലത്തിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ മാറി വരുന്ന സിലബസിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ മാറി വരുന്ന എന്താ പറയുക ടെക്നോളജീസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറിയിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആയാലും അല്ലെങ്കിൽ മാഗസിൻസ് ആയാലും എന്തായാലും നമ്മുടെ ആ ടെക്നോളജിക്കൽ വേൾഡിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈബ്രറി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ റീഡേഴ്സും മാറി മാറി വരും. ഓക്കെ, അതുപോലെ റീഡേഴ്സ് കൂടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ള ബുക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ റീഡേഴ്സും ഡോക്യുമെന്റ്സും എല്ലാം കൂടുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഒരു ഓർഗനൈസ്ഡ് വേയിൽ അത് കൊണ്ടുപോകാൻ സ്റ്റാഫിനെയും എന്ത് ചെയ്യണം? പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ അല്ല, മറിച്ച് ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ലൈബ്രറി ഗ്രോ ചെയ്യുന്നത് എന്തെല്ലാം ടേംസിലാണ്? ഡോക്യുമെന്റ്സ്, റീഡേഴ്സ് ആൻഡ് സ്റ്റാഫ്. ഓക്കെ, അപ്പം ഈ 5 ലോസും നിങ്ങളൊന്ന് തറവാക്കി വെക്കുക. ഓക്കെ, ഈ 5 ലോസ് നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ അതിന്റെ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക കേട്ടോ. ബുക്സ് ആർ ഫോർ യൂസ്, എവറി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്, എവറി ബുക്ക് ഇറ്റ്സ് റീഡർ, ഫോർത്ത് വൺ സേവ് ദ ടൈം ഓഫ് ദി റീഡർ, ആൻഡ് ഫൈനലി ലൈബ്രറി ഇസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ്. ഓക്കെ, ലൈബ്രറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്കറിയാം എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, അതായത് പല ആളുകൾ കൂടി അല്ലെങ്കിൽ പല ആളുകളിലൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരാളല്ല, മറിച്ച് ഒരു 3-4 ആളുകൾ അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ കൂടി പല ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പാകത്തിന് ഒരു പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരാൾ തന്നെ ചെയ്യാതെ ഇപ്പൊ ഒരു വലിയ ബിസിനസ് റൺ ചെയ്യുന്ന ആള് ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ടാവും അവിടെ? ആ സ്റ്റാഫിന്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ പല ഡെഫിനേഷൻസ് പല എമിനന്റ് പേഴ്സണാലിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് FW ടൈലർ, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. എന്താണ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ലേണിംഗ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ലേണിംഗ്. നമ്മളൊരു കാര്യം പഠിക്കുവാണ്. ഓക്കെ, അത് എന്താണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള രീതിയിലും ഏറ്റവും നല്ല രീതിയിലും എങ്ങനെ അത് ചെയ്യാം എന്നുള്ള ഒരു പഠനമാണ് മാനേജ്മെന്റിലൂടെ നടക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ലേണിംഗ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ഇറ്റ്, ഏറ്റവും എളുപ്പവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ലേണിംഗുമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ FW ടൈലർ മാനേജ്മെന്റിന് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ ഹെറോൾഡ് കുൺസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ എന്താ പറയുന്നത്? മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ഗെറ്റിംഗ് വർക്ക് ഡൺ ഫ്രം എ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് and getting work done from a formally organized group. Okay, ഇനി തേർഡ് വൺ ആണ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ ഡെഫിനേഷൻ എന്താണ്? മാനേജ്മെന്റ് മീൻസ്
to project and implement, to systematize the organization, to direct, to coordinate and to control. Okay, management എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ടു പ്രോജക്റ്റ് ആൻഡ് ഇംപ്ലിമെന്റ്. പ്രോജക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷനെ അത് സിസ്റ്റമാറ്റൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്തെല്ലാം പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം കൂടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെഫിനേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആർട്ട് ഓഫ് ലേണിംഗ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഹരോൺ കോഴ്സ് പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് ഇസ് an ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ഗെറ്റിംഗ് വർക്ക് ഡൺ ഫ്രം എ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഹെൻറി ഫയറിന്റെ പ്രിൻസിപ്പിൾ ആണ്, ഡെഫിനേഷൻ ആണ്. മാനേജ്മെന്റ് മീൻസ് to project and implement, to systematize the organization, to direct, to coordinate and to control. Okay. ഇനി ഒരു ഓർഗനൈസേഷന്റെ സോൾ ആൻഡ് മൈൻഡ് എന്നറിയപ്പെടുന്ന എന്താണ്? മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഇസ് ദ ടെക്നിക് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും മാക്സിമം എഫിഷ്യൻസി എടുത്തിട്ട് ഒരു ബെസ്റ്റ് റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂസ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. ടു ഗെറ്റ് ദ മാക്സിമം ഔട്ട്പുട്ട് ഫ്രം ദി അവൈലബിൾ റിസോഴ്സസ്. ഇനി മാനേജ്മെന്റിനെ നമുക്ക് 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ഫൈനലി ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഓരോ ലെവലിന്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. നമുക്ക് മാനേജ്മെന്റ് ലെവൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഫൈനലി ഓപ്പറേഷണൽ ലെവൽ. ഇപ്പൊ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഒരു കുറച്ച് മാനേജേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ചെറിയൊരു ഗ്രൂപ്പ്. അപ്പം ടോപ്പ് ലെവലിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ആ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ മാനേജ്മെന്റ് ആയിരിക്കും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഓർഗനൈസേഷന്റെ ടോട്ടൽ മാനേജ്മെന്റ് ആയിരിക്കും മാനേജേഴ്സ്, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അതിന്റെ തൊട്ട് താഴെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് അതിന്റെ എക്സിക്യൂഷന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ അതൊന്ന് സൂപ്പർവൈസ് ചെയ്യുക, എല്ലാ പ്രോസസ്സും ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫൈനലി ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ്. ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള റുട്ടീൻ ടാസ്ക്, അതുപോലെ എല്ലാ കൺകോമറ്റന്റ് ആക്ടിവിറ്റീസും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്? നമ്മുടെ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റിനുള്ളത്. ഓക്കെ, അപ്പം അവരുടെ ഓരോ മാനേജ്മെന്റ് ലെവൽസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നോട്ട് ചെയ്തോളാം. ജസ്റ്റ് ഞാൻ ഒരു വട്ടം കൂടി പറയാം. മാനേജ്മെന്റ് ലെവൽസിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ടോട്ടൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആർക്കുള്ളത്? നമ്മുടെ മാനേജേഴ്സിനുള്ളത്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ആക്ടിവിറ്റീസിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ്. അതായത് നമ്മുടെ റുട്ടീൻ ടാസ്കുകൾ, കൺകോമിറ്റന്റ് ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റിനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ അക്വിസിഷൻ സെക്ഷൻ. ഓക്കെ,
അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ലൈബ്രറിയിൽ പല പല സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ബേസ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കോർ ഏരിയാസ് ആണ്. അപ്പം ഏതൊരു സെക്ഷൻ എടുത്താലും ഓരോ സെക്ഷനും അതിൻ്റെതായ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു അക്വിസിഷൻ സെക്ഷന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ലൈബ്രറിയിലോട്ടുള്ള കളക്ഷൻ മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് എങ്ങനെയായിരിക്കണം ഒരു കളക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിലുമായിരിക്കണം ഒരു കളക്ഷൻ നമ്മൾ ലൈബ്രറിയിൽ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് അപ്പ് എ കളക്ഷൻ വിച്ച് ഈസ് ക്വാളിറ്റേറ്റീവ്ലി റിലവൻറ്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി അഡിക്വേറ്റ്. ഓക്കെ, അപ്പം കളക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഈ കളക്ഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമുക്ക് ആവശ്യത്തിനുള്ള ബുക്ക് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഈ ബുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യണം. അപ്പം നമ്മുടെ ലൈബ്രറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രൂറീസ് പ്രിൻസിപ്പിൾ, ഡെവീസ് പ്രിൻസിപ്പിൾ ആൻഡ് ഫൈനലി മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ നമ്മുടെ രംഗനാഥന്റെ 5 ലോസ്. ഓക്കെ, ആ 5 ലോസിൽ ആദ്യത്തെ 3 ലോസ് ആണ് നമ്മുടെ ബുക്ക് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ലോസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡ്രൂറീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ് ഡ്രൂറീസ് പ്രിൻസിപ്പിൾ? ഡ്രൂറീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് we have to provide the right book to the right reader at the right time. Okay, അതായത് ഡ്രൂറീസ് പ്രിൻസിപ്പിൾ പറയുന്നത് റൈറ്റ് റീഡറിന് റൈറ്റ് ബുക്ക് റൈറ്റ് ടൈമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ, റീഡറിന്റെ റൈറ്റ് ബുക്ക്, ഓരോ റീഡറിനും ഓരോ പർട്ടിക്കുലർ ബുക്ക് ഉണ്ടായിരിക്കും. ആ റൈറ്റ് ബുക്ക് ഏത് ടൈമില്, റൈറ്റ് ടൈമില് റീഡറിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡ്രൂറീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇയറും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പ്രിൻസിപ്പിൾ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇനി ഡെവീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ദ ബെസ്റ്റ് റീഡിംഗ് ഫോർ ദി ലാർജസ്റ്റ് നമ്പർ അറ്റ് ദി ലീസ്റ്റ് കോസ്റ്റ്. ഇറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെവി. ഓക്കെ, അപ്പം അക്വിസിഷൻ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളത് ബുക്ക് സെലക്ഷനെ പറ്റിയാണ്. അതായത് നമ്മുടെ ലൈബ്രറിയിൽ ഒരു ബുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കളക്ഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു സെലക്ഷൻ പ്രോസസ് കുറെ പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഡ്രൂറി പ്രിൻസിപ്പിൾ, ഡേവിസ് പ്രിൻസിപ്പിൾ, മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ ആൻഡ് രംഗനാഥൻ ലോസ് ഓഫ് ലൈബ്രറി സയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡ്രൂറീസ് പ്രിൻസിപ്പിൾ പറയുന്നത് ടു പ്രൊവൈഡ് ദ റൈറ്റ് ബുക്ക് ടു ദ റൈറ്റ് റീഡർ അറ്റ് ദി റൈറ്റ് ടൈം. ഡെവിസ് പ്രിൻസിപ്പിൾ പറയുന്നത് ദ ബെസ്റ്റ് റീഡിംഗ് ഫോർ ദി ലാർജസ്റ്റ് നമ്പർ അറ്റ് ദി ലീസ്റ്റ് കോസ്റ്റ്. Then മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ബുക്സ് ഇൻ themselves are nothing. They have no more meaning. They have no more meaning than a white paper upon which they are printed until they are made serviceable by demand. ഓക്കെ, മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്, അതായത് ബുക്ക് എന്ന് പറയുന്നത് they have no more meaning than white paper. ഓക്കെ, until എവിടം വരെയാണ്? they are made serviceable by demand. ഓക്കെ, അതായത് up to the point where they are made serviceable by demand. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് ബുക്ക് സെലക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത ലോ ഏതാണ്? മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, മക്കോൾവിൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ബുക്സ് ആർ നത്തിങ്, ദേ ഹാവ് നോ മോർ മീനിങ് ദാൻ വൈറ്റ് പേപ്പർ until they are made serviceable by demand. ഓക്കെ, ഡിമാൻഡ് വന്നാൽ മാത്രമേ എന്താ ആ ബുക്കിന് അതിൻ്റെതായ ഒരു മീനിങ്നെസ് അല്ലെങ്കിൽ ഒരു പ്രീഷ്യസ് വാല്യൂ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബുക്ക് സെലക്ഷൻ പ്രിൻസിപ്പിൾ ഏതാണ്? മക്കോൾവിൻ പ്രിൻസിപ്പിൾ ആണ്.
ഓക്കെ, അതുപോലെ തന്നെ രംഗനാഥന്റെ 5 ലോസും 5 ലോസിലെ ഫസ്റ്റ് 3 ലോസ്, 5 ലോസ് എല്ലാം ബുക്ക് സെലക്ഷനായിട്ട് റിലേറ്റ് ചെയ്തതല്ല. രംഗനാഥന്റെ 5 ലോസിലെ ആദ്യത്തെ 3 ലോസ് ഏതൊക്കെയാണ്? രംഗനാഥന്റെ 5 ലോസിലെ ആദ്യത്തെ 3 ലോസ്: ബുക്സ് ആർ ഫോർ യൂസ്, എവറി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്, എവറി ബുക്ക് ഇറ്റ്സ് റീഡർ. ആ 3 ലോ ബുക്ക് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബുക്ക് സെലക്ഷൻ ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ കുറെ പ്രിൻസിപ്പിളിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടൂൾസുകളുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് വരുന്നതാണ് ബിബ്ലിയോഗ്രഫീസ്, കാറ്റലോഗ്സ്, കറന്റ് സോഴ്സസ്, ബ്ലർബ്സ് ആൻഡ് ബുക്ക് റിവ്യൂസ്. ഈ ബ്ലർബൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ബുക്കിനെ പറ്റി ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് നമുക്ക് ഒരു ഓവറോൾ പിക്ചർ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കണ്ടന്റ് ഒന്നും കിട്ടില്ല, ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ കിട്ടും. നമുക്ക് ആ ബുക്ക് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സെലക്ഷൻ ടൂൾസ് ജസ്റ്റ് നോട്ട് ചെയ്തോളുക. ഏതൊക്കെയാണ്? ബിബ്ലിയോഗ്രഫീസ്, കാറ്റലോഗ്സ്, കറന്റ് സോഴ്സസ്, ബ്ലബ്സ് ആൻഡ് ബുക്ക് റിവ്യൂസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ബുക്ക് സെലക്ട് ചെയ്തു, നമ്മുടെ സെലക്ഷൻ പ്രോസസ് നടന്നു. അതിനുശേഷം നമ്മൾ ബുക്ക് ഓർഡർ ചെയ്തു. ഓക്കെ, ഓർഡർ ചെയ്ത ബുക്ക് നമുക്ക് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെഷനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ബില്ലിന്റെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ അക്സെഷൻ രജിസ്റ്ററിലോട്ട് നമ്മുടെ ബുക്കിന്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നു. ഓക്കെ, അപ്പം അക്സെഷനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അക്സെഷൻ രജിസ്റ്ററിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എന്താ, 16 ഇഞ്ച് ബൈ 13 ഇഞ്ച്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും നമുക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്ന, എപ്പോഴും മീൻസ് ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് അക്സെഷൻ രജിസ്റ്ററിന്റെ സ്റ്റാൻഡേർഡ് സൈസ് 16 ഇഞ്ച് ബൈ 13 ഇഞ്ച്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ടെക്നിക്കൽ പ്രോസസിംഗ് സെക്ഷൻ. ടെക്നിക്കൽ പ്രോസസിംഗ് സെക്ഷനിൽ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റലോഗിങ് വരും, ഫിസിക്കൽ പ്രോസസിംഗ് വരും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റാഫ് മാനുവൽ വരും, പ്രിപ്പറേഷൻ ഓഫ് അതോറിറ്റി ഫയൽ, കമ്പൈലേഷൻ ഓഫ് അക്സെഷൻ ലിസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്നിക്കൽ പ്രോസസിംഗ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് അക്വിസിഷൻ സെക്ഷനിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ്. അതിനുശേഷം ടെക്നിക്കൽ ബുക്ക് നമ്മൾ റിസീവ് ചെയ്തു, അക്സെഷനിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടെക്നിക്കൽ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റലോഗിങ്, ഫിസിക്കൽ പ്രോസസിംഗ്, മെയിൻ്റനൻസ് ഓഫ് സ്റ്റാഫ് മാനുവൽ, പ്രിപ്പറേഷൻ ഓഫ് അതോറിറ്റി ഫയൽ, and finally compilation of accession list. Okay, next one ആണ് മെയിൻ്റനൻസ് സെക്ഷൻ. ഓക്കെ, മെയിൻ്റനൻസ് സെക്ഷനിൽ വരുന്നത് നമുക്കറിയാം എന്താണ്, നോർമലി നമ്മുടെ ഷെൽവിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു റീഅറേഞ്ച്മെന്റ് വർക്കുകൾ, ഷെൽഫ് റെക്ടിഫിക്കേഷൻ, ദെൻ റീപ്ലേസ്മെന്റ് ഓഫ് റിട്ടേൺഡ് ബുക്സ്. ഓക്കെ, ഗൈഡിങ് വർക്ക്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ, കെയർ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ലൈബ്രറികളിൽ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഷെൽവിങ്, അതുപോലെ തന്നെ ഷെൽഫ് റെക്ടിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബുക്കുകളാണെങ്കിൽ അത് ലൈബ്രറിയിൽ കീപ്പ് ചെയ്തിട്ട്, അല്ലാത്ത ബുക്കുകൾ ഇപ്പൊ ഒത്തിരി ഓൾഡ് ബുക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് എന്തെങ്കിലും സംഭവിച്ച ബുക്കുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത്, അതായത് ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കും, ഒന്ന് റെഡിയാക്കി എടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഡാമേജ് ഒക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്തെടുക്കും. ഇനി ഒത്തിരി ഓൾഡ് ബുക്ക് ആണെങ്കിൽ നമ്മൾ വീഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റീപ്ലേസ്മെന്റ് ഓഫ് റിട്ടേൺഡ് ബുക്സ്. നമുക്ക് റിട്ടേൺ വന്ന ബുക്കുകൾ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ട് റിട്ടേൺ വന്ന ബുക്കുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഗൈഡിങ് വർക്കുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നു. നമ്മൾ ആനുവലി സ്റ്റോക്ക് വെരിഫിക്കേഷൻ,
പ്രോസസ്സ് നടത്തുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഷെഫ് ലിസ്റ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ന്യൂമറിക്കൽ കൗണ്ടിങ് അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ ആ സ്റ്റോക്ക് വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ ഇവിടെ വരുന്നതാണ്, മെയിൻ്റനൻസ് സെക്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കെയർ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ ബുക്കുകൾ, നമ്മുടെ ഡോക്യുമെന്റ്സ്, ജേർണൽസ്, കാര്യങ്ങളെല്ലാം നമുക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ കെയർ കൊടുത്ത് അതിനെ പ്രോപ്പർ ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പർ ആയിട്ടൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ കെയർ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡോക്യുമെന്റ്സിൽ വരുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബുക്ക് ബൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ബൈൻഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് പല രീതിയിൽ ബൈൻഡിങ് പെർഫോം ചെയ്യാം. ഫുൾ ലെതർ ബൈൻഡിങ് ഉണ്ട്, ഹാഫ് ലെതർ ബൈൻഡിങ്, ഫുൾ ക്ലോത്ത് ഓർ കാലിക്കോ ബൈൻഡിങ്, ഹാഫ് ക്ലോത്ത് കാലിക്കോ ബൈൻഡിങ്, അതുപോലെ തന്നെ സോഫ്റ്റ് കവർ ബൈൻഡിങ്, പേപ്പർ ബാക്ക് ബൈൻഡിങ്, ലൈബ്രറി റീഇൻഫോഴ്സ്ഡ് ബൈൻഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസ് ബുക്ക് ആണെങ്കിൽ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ബൈൻഡിങ്, ജേർണൽസ്, അതെല്ലാം നോക്കിയിട്ട് അതിന് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബൈൻഡിങ് ഏതാണോ അത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്, നമുക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, 6 മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബുക്സിന് ന്യൂമറിക്കൽ കൗണ്ടിങ് പെർഫോം ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അക്സഷൻ രജിസ്റ്റർ യൂസ് ചെയ്ത് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അക്സഷൻ നമ്പർ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ഒരു രജിസ്റ്റർ വെക്കുക, എന്നിട്ട് ആ ഒരു ഇതിന്റെ ബേസിൽ അക്സഷൻ നമ്പറിന്റെ ബേസിൽ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽ കൗണ്ടിങ് അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് അക്സഷൻ നമ്പർ ഇങ്ങനെ സെപ്പറേറ്റ് ഷീറ്റിൽ എഴുതിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരാൾ വായിച്ചു പോകുമ്പോൾ അതനുസരിച്ച് ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവുക, അങ്ങനെ നമുക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഷെൽഫ് രജിസ്റ്റർ യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തൊക്കെ നമുക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ കൗണ്ടിങ് ഓഫ് ദി ബുക്സ്, യൂസിങ് അക്സഷൻ രജിസ്റ്റർ, using a separate register with the accession number, using separate sheet containing accession number, using shelf register, and using computers. Okay. ഇനി സർക്കുലേഷൻ സെക്ഷനിലെ റുട്ടീൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സർക്കുലേഷൻ സെക്ഷനിലെ റുട്ടീൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, റുട്ടീൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ ഓഫ് മെമ്പേഴ്സ്, ലെൻഡിങ് ഓഫ് ഡോക്യുമെന്റ്സ്, റിസർവേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, റിന്യൂവൽ ഓഫ് ഡോക്യുമെന്റ്സ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ലെൻഡിങ് ഓഫ് ബുക്സ് ഓൺ ഇന്റർ ലൈബ്രറി ലോൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറി യൂസേഴ്സിന്റെ രജിസ്ട്രേഷൻ. അതിനുശേഷം ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ലെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഡോക്യുമെന്റ്സ് റിസർവ് ചെയ്യുക, അതിന്റെ റിന്യൂവൽ പ്രൊസീജിയർ, ആവശ്യത്തിനുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ILL ഉള്ള ലൈബ്രറീസ് ആണെങ്കിൽ അത് ആ ILL ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സ് ലെൻഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സർക്കുലേഷൻ സെക്ഷനിലെ റുട്ടീൻ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമ്മുടെ ഈ സർക്കുലേഷൻ സെക്ഷൻ പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാർജിങ് സിസ്റ്റം ആണ്, ബ്രൗണി ചാർജിങ് സിസ്റ്റം, നെവാക്ക് ചാർജിങ് സിസ്റ്റം. ഓക്കെ, 2 കാർഡ് സിസ്റ്റം ആണ്, ബ്രൗണി ചാർജിങ് സിസ്റ്റം ആൻഡ് നെവാക്ക് ചാർജിങ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പീരിയോഡിക്കൽസിന്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്ക് പീരിയോഡിക്കൽസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല മോഡ്സ് ഉണ്ട്. ഓക്കെ, പീരിയോഡിക്കൽസിന്റെ കളക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അസോസിയേഷന്റെ മെമ്പർ ആവുന്നത് വഴി നമുക്ക് പീരിയോഡിക്കൽസിനെ അക്വയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് എല്ലാം നമുക്ക് പീരിയോഡിക്കൽസിന്റെ കളക്ഷൻ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു രംഗനാഥന്റെ 3 കാർഡ് സിസ്റ്റം ഉണ്ട്. ഈ 3 കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 3 കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പീരിയോഡിക്കലിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാർഡുകളാണ്. ഓക്കെ,
ഇതിൻ്റെ അകത്ത് 3 കാർഡുകളാണ് ഉള്ളത്. 3 കാർഡ് എന്ന് പറയുന്നത് ഇത്ര മനസ്സിലാക്കുക, രംഗനാഥനാണ് 3 കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 3 കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് പീരിയോഡിക്കൽസിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഈ 3 കാർഡ് സിസ്റ്റത്തിൽ 3 കാർഡുകളാണുള്ളത്. ഇതൊക്കെയാണ് രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ്, ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ഓക്കെ, ഒന്നുകൂടി പറയാം. രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ് ആൻഡ് ഫൈനലി ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ഇനി ഞാൻ പറഞ്ഞു ഈ സിസ്റ്റത്തില് 3 കാർഡുകളാണുള്ളത്. കാർഡിന്റെ സൈസ് എന്ന് പറയുന്നത് 5 ഇഞ്ച് ബൈ 3 ഇഞ്ച് ആണ്. ഓക്കെ, 5 ഇഞ്ച് ബൈ 3 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഓരോ കാർഡിനും ഓരോ പർപ്പസ് ആണുള്ളത്. ഓരോ കാർഡിനും ഓരോ പർപ്പസ് ആണുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ കാർഡ് എന്താണെന്ന് നോക്കാം. രജിസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ അകത്ത് നമ്മൾ എന്തെല്ലാം ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യണം? പീരിയോഡിക്കലിന്റെ നെയിം, സപ്ലയറിന്റെ നെയിം, അതുപോലെ തന്നെ പീരിയോഡിസിറ്റി, ഓർഡർ ഡീറ്റെയിൽസ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ, പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എത്ര ഇഷ്യൂസ് റിസീവ് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ രജിസ്റ്റർ കാർഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, രജിസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്, രജിസ്റ്റർ കാർഡിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് വേണം? പീരിയോഡിക്കലിന്റെ നെയിം, സപ്ലയറിന്റെ നെയിം, അതുപോലെ തന്നെ പീരിയോഡിസിറ്റി, ഓർഡർ ഡീറ്റെയിൽസ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എത്ര ഇഷ്യൂസ് നമ്മൾ റിസീവ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ്. ഇനി അടുത്തതാണ് ചെക്ക് കാർഡ്. ചെക്ക് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചെക്ക് കാർഡിൽ നമ്മുടെ പീരിയോഡിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത വോളിയം, അതിൻ്റെ നമ്പർ, ഡ്യൂ ഡേറ്റ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് റിമൈൻഡേഴ്സ്, ഇത്രയും കാര്യങ്ങൾ എന്തിൽ ഉണ്ടായിരിക്കണം? ചെക്ക് കാർഡിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡിൽ നമ്മുടെ ഓരോ പീരിയോഡിക്കലിനും എത്ര വോളിയൂംസ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ സപ്ലിമെന്റ്സ്, അതിൻ്റെ ക്യുമുലേറ്റീവ് ഇൻഡെക്സസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും എന്തിൽ വേണം? ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡിൽ വേണം. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കുക. 3 കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് രംഗനാഥനാണ്. 3 കാർഡ് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പീരിയോഡിക്കൽസിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ 3 ഡിഫറെൻറ്റ് കാർഡ്സ് ആണുള്ളത്. 5 ഇഞ്ച് ബൈ 3 ഇഞ്ച് ആണ് കാർഡിന്റെ സൈസ് എന്ന് പറയുന്നത്. 3 കാർഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ്, ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. രജിസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക്കലിന്റെ നെയിംസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സപ്ലയറിന്റെ ഡീറ്റെയിൽസ്, പീരിയോഡിസിറ്റി, ഓർഡർ ഡീറ്റെയിൽസ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ, പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എത്ര ഇഷ്യൂസ് റിസീവ് ചെയ്തു. ഓക്കെ, ഇനി ചെക്ക് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക്കലിന്റെ വോളിയം, നമ്പർ, ഡ്യൂ ഡേറ്റ്, റിമൈൻഡറിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചെക്ക് കാർഡിലുള്ളത്. ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോ പീരിയോഡിക്കലിനും എന്താണ്? ഓരോ പീരിയോഡിക്കലിനും വോളിയൂംസ്, എത്ര വോളിയൂംസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ സപ്ലിമെന്റുകൾ, ക്യുമുലേറ്റീവ് ഇൻഡെക്സസ്, ഇതെല്ലാം ഉള്ളതാണ് എന്ത്? ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കാർഡെക്സ്. കാർഡെക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെമിങ്ടൺ റയൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ പീരിയോഡിക്കൽസിന്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കുക, ഈ കാർഡ്, ഈ സിസ്റ്റത്തിൽ കാർഡ്സ് ഫയൽ ചെയ്യുന്നത് സ്റ്റീൽ ക്യാബിനറ്റിൽ ട്രേസിലാണ്. ഓക്കെ, കാർഡ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റെമിങ്ടൺ റയൻ ഓഫ് ഇന്ത്യ ഫോർ മെയിൻറ്റെയിനിങ് ദ ഡീറ്റെയിൽസ് ഓഫ് periodicals. In the system, the cards are filed in trays kept in steel cabinet. Okay. ഇനി നമ്മുടെ റെഫറൻസ് സെക്ഷനിലെ കുറച്ച് റുട്ടീൻ പ്രൊസീജിയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റുട്ടീൻ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഷെൽഫ് റീപ്ലേസ്മെന്റ്, ഇനിഷ്യേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്, വിജിലൻസ്, റെഡി റെഫറൻസ് സർവീസ്,
ലോങ് റേഞ്ച് റെഫറൻസ് സർവീസ്, ഷെൽഫ് സ്റ്റഡി, റെഫറൻസ് ക്യാബിനറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും റുട്ടീൻ പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ റെഫറൻസ് സെക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, എന്താണ് റെഫറൻസ് സർവീസ് എന്ന് പറയുന്നത്? ഇപ്പൊ ആക്ച്വലി ഒരു യൂസർ ലൈബ്രറിയിലോട്ട് വരുമ്പോഴേ, ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൽ സർവീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അത് എവിടെയുണ്ട് എന്ന് ആ യൂസറിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ ഇല്ല എങ്കിൽ അത് വേറെ ഏത് ലൈബ്രറിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ യൂസറിനെ ആ പെർട്ടിക്കുലർ ലൈബ്രറിയിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ റെഫറൽ സർവീസ് എന്ന് പറയുന്നത്. ഈ റെഫറൻസ് സർവീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? റെഡി റെഫറൻസ് സർവീസും ലോങ് റേഞ്ച് റെഫറൻസ് സർവീസും. ഇപ്പൊ റെഡി റെഫറൻസ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ ആ യൂസറിന്റെ ക്വറി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, 30 മിനിറ്റ്സിനുള്ളിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുക, നമുക്ക് പറയാം നമ്മൾ റെഡി റെഫറൻസ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി 30 മിനിറ്റ്സിൽ കൂടിയാൽ ആ റെഫറൻസ് സർവീസിനെ നമുക്ക് ഏത് കാറ്റഗറിയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം? ലോങ് റേഞ്ച് റെഫറൻസ് സർവീസിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. റെഫറൻസ് സർവീസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. റെഡി റെഫറൻസ് സർവീസും ലോങ് റേഞ്ച് റെഫറൻസ് സർവീസും. വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് റെഡി റെഫറൻസ് സർവീസ്. 30 മിനിറ്റ്സിൽ കൂടിയാൽ ആ റെഫറൻസ് സർവീസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോങ് റേഞ്ച് റെഫറൻസ് സർവീസിനുള്ളിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഡോക്യുമെന്റേഷൻ സെക്ഷൻ ഉണ്ട്, IT സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡോക്യുമെന്റേഷൻ സെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ IT റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്ര ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ലൈബ്രറിയിൽ നടക്കുന്ന റുട്ടീൻ പ്രൊസീജിയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ ഒരു ബുക്ക് അല്ലെങ്കിൽ പീരിയോഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 യുണീക് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ ബുക്കിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ISBN നമ്പർ ഉണ്ട്. ഓക്കെ, ആ നമ്പറിന് തന്നെയാണ് നമ്മൾ ISBN അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ എന്ന് പറയുന്നത്. എന്തിനാണ് ആക്ച്വലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒരു ബുക്കിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന 1966 1966 ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ISBN എന്ന് പറയുന്നത് 9 ഡിജിറ്റ്സ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം 2007 വരെ, ഏകദേശം 1970 തൊട്ട് 2007 വരെ ISBN 10 ഡിജിറ്റ് ആണ്. അതിനുശേഷം അതിനുശേഷം 1st ജാനുവരി 2007 ശേഷം എന്തായി മാറി? 13 ഡിജിറ്റ്സ് ആയി മാറി. ഓക്കെ, ISBN എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ബുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള യുണീക് നമ്പർ ആണ്. ഓക്കെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ ആണ്. അപ്പം ഈ ISBN എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി എത്ര ഡിജിറ്റ്സ് ആണ് നിലവിലുള്ളത്? 13 ഡിജിറ്റ്സ് ആണ്. ഓക്കെ, എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ISBN എത്ര ഡിജിറ്റ് ആണ്? കറന്റ് 13 ഡിജിറ്റ്സ് ആണ്. അത് 1st ജാനുവരി 2007 ശേഷമാണ് 13 ഡിജിറ്റ്സ് ആയി മാറുന്നത്. ഒരു 1970 തൊട്ട് 2007 വരെ ISBN നമ്പർ എന്ന് പറയുന്നത് അതിന്റെ സൈസ് 10 ഡിജിറ്റ്സ് ആയിരുന്നു. ഇനി അടുത്തതാണ് ISSN, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ. ഓക്കെ, അതെന്താണ്? സീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ISBN എന്ന് പറയുന്നത് എന്താ? ബുക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ISSN എന്ന് പറയുന്നത് സീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ISSN എന്ന് പറയുന്നത് 8 ഡിജിറ്റ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ISBN എന്ന് പറയുന്നത് 13 ഡിജിറ്റ് ആണ്. ISSN എന്ന് പറയുന്നത് 8 ഡിജിറ്റ് ആണ്. അതുപോലെ തന്നെ ISSNന്റെ
ഇന്ത്യയിലെ നാഷണൽ സെന്റർ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. ISBN ഫുൾ ഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. ഓക്കെ, ISSN ഫുൾ ഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ. ISBN എന്ന് പറയുന്നത് ബുക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ISSN എന്ന് പറയുന്നത് സീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു കോർ ഏരിയ ആണ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, നമ്മൾ എന്താണ് വാക്വം ട്യൂബിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുകയാണ്? നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 1946 തൊട്ട് അറ്റ് പ്രസന്റ് സ്റ്റേജ് വരെയുള്ള ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്തൊക്കെയാണെന്ന് ഒന്ന് ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇയർ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഓരോന്നിനും യൂസ് ചെയ്യുന്ന കമ്പോണൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്കും 1946 തൊട്ട് 1956 വരെയാണ് അതിൻ്റെ ഇയർ. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1956 തൊട്ട് 1963 വരെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ വരുമ്പോഴത്തേക്കും 1964 തൊട്ട് 1971 വരെ അവിടെ നമ്മൾ IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ജനറേഷൻ ആകുമ്പോഴത്തേക്കും VLSI. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് ഡിവൈസസ്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷൻ വരുന്നത് 1985 തൊട്ടാണ്, അത് ULSI ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഏത് ജനറേഷൻ ആണെന്ന് ചോദിച്ചാൽ ഫിഫ്ത്ത് ജനറേഷൻ ആണ്. ഓക്കെ, അത് എക്സാമിന് 1-2 വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ടോപ്പോളജീസ്, അതൊക്കെയാണ്. അപ്പം എന്താണ് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കമ്പ്യൂട്ടേഴ്സിനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് ആളുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഒരു ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി, ഈ ലൈബ്രറിയിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സിനെ എല്ലാം കൂടെ നമുക്ക് ഒറ്റ പ്രിന്ററേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രിന്ററിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ഈ നെറ്റ്വർക്കിലോട്ട് പ്രിന്ററിനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ റിസോഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഈ 10 കമ്പ്യൂട്ടറുള്ള നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയിലാണെങ്കിൽ അല്ലെങ്കിൽ 20 കമ്പ്യൂട്ടറുള്ള ഡിജിറ്റൽ ലൈബ്രറിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്താൽ എന്താണ് നമുക്ക് അതിൽ നിന്നുണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്? ഈ 20 കമ്പ്യൂട്ടറിന് നമ്മുടെ പ്രിന്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ റിസോഴ്സ് ഷെയർ ചെയ്യാനും ആപ്ലിക്കേഷൻസ് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നെറ്റ്വർക്കിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്കിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ്? LAN, PAN, MAN and WAN. Local area network, personal area network, metropolitan area network and wide area network. ഒന്നുകൂടി പറയാം: LAN, PAN, MAN and WAN. Local area network, personal area network, metropolitan area network and wide area network. അപ്പൊ LAN എന്ന് പറയുന്നത് എന്താണ്?
നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. പാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ സിസ്റ്റംസും, നമ്മുടെ ഫോണ്, നമ്മുടെ ലാപ്ടോപ്പ്, അങ്ങനെ നമ്മുടെ എല്ലാ സിസ്റ്റംസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലുള്ള എല്ലാ ഡിവൈസസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ അകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കൺട്രീസ് തമ്മിലുള്ള എല്ലാ നെറ്റ്വർക്ക് ഡിവൈസസും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതൊക്കെയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞു. ഇനി നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു ഡിവൈസിൽ നിന്നും വേറൊരു ഡിവൈസിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ പല രീതിയിൽ നമുക്ക് ഡാറ്റയെ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഏത് രീതിയിലാണോ നമ്മൾ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ നമുക്ക് നെറ്റ്വർക്ക് ടോപ്പോളജീനെ പല ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻലി നമ്മളിവിടെ ഒരു 7 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, ഫൈനലി ഹൈബ്രിഡ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പോളജി എന്താണ് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നീട് നമുക്കത് ഒരു എന്താ പറയുക, ഒരു ഡൗട്ട് ഉണ്ടാക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ ടോപ്പോളജിയും എങ്ങനെയാണ് ഓരോ ടോപ്പോളജിയിലും കണക്ഷൻസ് വരുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിയിൽ ആ ഒരു ഫിഗറിലോട്ട് നമ്മൾ നോക്കിയേ, ഒരു സെൻറ്ററും ഉണ്ടാവും ഒരു റിസീവറും ഉണ്ടാവും. ഞാനിവിടെ 2 നോഡ് കൊടുത്തു, എക്സും വൈയും. എക്സ് എന്ന് പറയുന്നത് സെൻറ്ററാണ്, വൈ എന്ന് പറയുന്നത് റിസീവറാണ്. ഓക്കെ, അപ്പം പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിയിൽ എന്താണ്, ഒരു സെൻറ്ററും ഉണ്ടാവും ഒരു റിസീവറും ഉണ്ടാവും. സെൻറ്ററിന് വേണ്ട ഡേറ്റ സെൻറ്റർ എങ്ങോട്ട് കൊടുക്കും? സെൻറ്ററിന് വേണ്ട ഡേറ്റ സെൻറ്റർ റിസീവറിന് ട്രാൻസ്മിറ്റ് ചെയ്യും. റിസീവർ അത് റിസീവ് ചെയ്ത് അതിനെ ഒന്ന് പ്രോസസ് ചെയ്ത് എങ്ങോട്ട് കൊടുക്കും? തിരിച്ച് സെൻറ്ററിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിയിൽ നടക്കുന്നത്. ആകെ ഒരു, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് ആണ്. ഒരു സെൻറ്റർ ഒരു റിസീവറും ഉണ്ടാവും. ഈ സെൻറ്ററിന് ഡാറ്റ ഇപ്പോൾ സെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു, അന്നേരം അത് റിസീവറിന് കൊടുക്കും. ആ റിസീവർ അത് ഫുൾ പ്രോസസ് ചെയ്ത് തിരിച്ച് സെൻറ്ററിന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജിയിൽ ഹൈ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മെഷ് ടോപ്പോളജി. ഓക്കെ, മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ മെഷ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസും ബാക്കിയുള്ള എല്ലാ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യും ഒരു പെർട്ടിക്കുലർ ചാനൽ യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കിയോ, ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസ്, ഇതിൻ്റെ അകത്ത് ഏതൊരു ഡിവൈസ് എടുത്താലും ബാക്കി എല്ലാ ഡിവൈസസിലോട്ടും കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഡിവൈസ് എടുത്ത് ഏറ്റവും ടോപ്പിലുള്ള സിസ്റ്റം എടുക്കുമ്പോൾ ബാക്കി 4 സിസ്റ്റത്തിലോട്ടും കണക്ഷൻ പോയേക്കുന്നത് കണ്ടോ? 1 2 3 4 4 ലൈൻസ് പോകുന്നുണ്ട്. ഇനി നമ്മുടെ ലെഫ്റ്റിലുള്ള സിസ്റ്റം എടുത്താലും 1 2 3 4 4 കണക്ഷൻസ് 4 ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഈ മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ? മെഷ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസും ബാക്കി ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് നാവിഗേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് ഈ ഒരു മെഷ് ടോപ്പോളജി യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മെഷ് ടോപ്പോളജിയിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് അഡ്ഹോക് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളും അതുപോലെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളും ആണ്. ഓക്കെ, മെഷ് ടോപ്പോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അഡ്ഹോക് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളും
ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. ഇനി അടുത്തതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ നമ്മൾ എല്ലാ ഡിവൈസസിനെയും കൂടെ ഒരു സിംഗിൾ ഹബിലോട്ട്, സെൻട്രൽ ഒരു ഹബ് ഉണ്ടാവും, ആ ഹബിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസസും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഹബിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഹബ് ഉണ്ടാവും, ഈ ഹബായിരിക്കും സെൻട്രൽ നോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാ ഡിവൈസസും ഈ ഹബിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുമില്ല കോയാക്സിയൽ കേബിൾ അല്ലെങ്കിൽ RJ45 കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു സ്റ്റാർ ടോപ്പോളജിയിൽ ഒരു സെൻട്രൽ ഹബിലോട്ട് ബാക്കി എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഹബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹബിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ ടോപ്പോളജി ക്രാഷ് ആയി പോകും. ഓക്കെ, അപ്പൊ സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണിത്. ഹബിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹബ് എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ബാക്കി എൻറ്റയർ സിസ്റ്റം അല്ലെങ്കിൽ എൻറ്റയർ ടോപ്പോളജി ക്രാഷ് ആവും. ഓക്കെ, കാരണം ഈ ഹബിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കി 4 സിസ്റ്റംസും ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബസ് ടോപ്പോളജി. ഓക്കെ, ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോഴ് ആ ഒരു ഫിഗർ നോക്കി, നമുക്കൊരു സിംഗിൾ കേബിൾ പോകുന്നുണ്ട്. ഓക്കെ, ആ കേബിളിലോട്ട് നമ്മൾ 4 ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, നമ്മൾ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനെ ഓരോ നോഡ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് അറിയപ്പെടുന്നത് നോഡ് എന്നാണ്. നോഡ് 1, നോഡ് 2, നോഡ് 3, നോഡ് 4. ഓക്കെ, അപ്പം 4 നോഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ ഞാൻ പറഞ്ഞു, ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറും നെറ്റ്വർക്ക് ഡിവൈസസും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ കേബിളിലോട്ടാണ്. ആ കേബിൾ ബൈ ഡയറക്ഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മൾട്ടി പോയിന്റ് കണക്ഷൻ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നോൺ റോബസ്റ്റ് ടോപ്പോളജി. ഓക്കെ, ഈ ഒരു ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടി പോയിന്റ് കണക്ഷൻ ആൻഡ് നോൺ റോബസ്റ്റ് ടോപ്പോളജിയാണ്. അതായത് ഈ ബാക്ക് ബോണിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ എൻ്റെ ടോപ്പോളജി ക്രാഷ് ആയി പോകും. അതുപോലെ തന്നെ ബസ് ടോപ്പോളജിയിൽ എന്ന് പറഞ്ഞാൽ ഡാറ്റ പാസ് ചെയ്യുന്നത് ബൈ ഡയറക്ഷണൽ ആയിട്ടായിരിക്കും. ഡാറ്റ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യും റിസീവ് ചെയ്യും, അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി എല്ലാ ഡിവൈസസും ഈ കേബിളിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കേബിളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ എന്താ പ്രശ്നം? എൻറ്റയർ ടോപ്പോളജി ക്രാഷ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു റിംഗ് ഫോമിൽ ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ആ ഫിഗറിൽ നോക്കിയേ, ജസ്റ്റ് ഒരു റിങ് പോലെയല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 4 സ്റ്റേഷൻസ് ഉണ്ട്. ഈ 4 സ്റ്റേഷൻസും ഒരു റിംഗ് ഫോമിൽ കണക്ട് ചെയ്യുന്നു. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിംഗ് ടോപ്പോളജിയിൽ ഒരു 100 സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 100 സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പം ഒരു 100 സിസ്റ്റം, 100 സിസ്റ്റം നമ്മുടെ ടോപ്പോളജിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 100 ടോപ്പോളജി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സിസ്റ്റത്തിൽ നിന്നും ഈ ലാസ്റ്റ് സിസ്റ്റത്തിലോട്ട് നോഡ് 1ൽ നിന്നും നോഡ് 100ലോട്ട് ഒരു ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസിൽ മാത്രമേ ഡാറ്റ പോകാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ റിംഗ് ടോപ്പോളജിയിൽ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് നോഡ് 1ൽ നിന്ന് നോഡ് 2ലെത്തും, പിന്നെ നോഡ് 2ൽ നിന്ന് നോഡ് 3, നോഡ് 3ൽ നിന്ന് നോഡ് 4, നോഡ് 5, നോഡ് 6, അങ്ങനെ വന്ന് നോഡ് 98, 99, നോഡ് 100. ഓക്കെ,
അങ്ങനെ കറങ്ങി കറങ്ങി ബാക്കി എല്ലാം ഫസ്റ്റിൽ നിന്ന് എല്ലാ ടോപ്പോളജിയിലേക്കൂടെയും പോയി, അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് ആ ടോപ്പോളജിയിലോട്ടുള്ള എല്ലാ സിസ്റ്റത്തിൽ കൂടെയും പോയി ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഈ 100ാമത്തെ സിസ്റ്റത്തിൽ എത്തുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ റിംഗ് ടോപ്പോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ റിംഗ് ടോപ്പോളജിയിൽ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡാറ്റ പോയി പോയി ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്നത്. അപ്പം ആ ഡേറ്റയുടെ ക്വാളിറ്റിയിൽ ചേഞ്ച് വരും. സോ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സിഗ്നൽ ലോസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, റിംഗ് ടോപ്പോളജിയിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്? റിംഗ് ടോപ്പോളജിയിലാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഡാറ്റയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. റിംഗ് ടോപ്പോളജിയിൽ ഒരു റിങ്ങിന്റെ ഫോമിലാണ് നമ്മൾ എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ പോവുള്ളൂ, അതായത് യൂണി ഡയറക്ഷണലാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ പാസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഡാറ്റ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഡാറ്റയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത് സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു വേരിയേഷൻ ആണ്. അതായത് ഇവിടെ ഹൈറാർക്കിക്കൽ ഫ്ലോ ആയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും ടോപ്പിൽ ഒരു സെൻട്രൽ ഹബ് ഉണ്ടാവും. സെൻട്രൽ ഹബിൽ നിന്ന് ഒരു സെക്കൻഡറി ഹബ് ഉണ്ട്. സെക്കൻഡറി ഹബിലോട്ട് ഇപ്പം 3-4 സിസ്റ്റംസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് എന്താണ് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഡാറ്റ സെൻട്രൽ ഹബ്, അതായത് സിസ്റ്റം 1ൽ നിന്ന് സിസ്റ്റം 6ലോട്ട് നമുക്കൊരു ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാ, ടോപ്പ് ടു ബോട്ടം മാനറിലായിരിക്കും പോകുന്നത്. സിസ്റ്റം 1ൽ നിന്ന് സെക്കൻഡറി ഹബ് വഴി സിസ്റ്റം 3ലെത്തും. ഇനി സിസ്റ്റം 3ൽ നിന്ന് സിസ്റ്റം 1ലോട്ടാണെങ്കിലോ എങ്ങനെയായിരിക്കും, ബോട്ടം ടു ടോപ്പ് ആയിരിക്കും. സിസ്റ്റം 3ൽ നിന്ന് സെക്കൻഡറി ഹബിലെത്തി പിന്നെ സെൻട്രൽ ഹബ് വഴി സിസ്റ്റം 1ലെത്തുന്നു. ഓക്കെ, അപ്പോൾ ട്രീ ടോപ്പോളജിയിൽ ഹൈറാർക്കിക്കൽ മാനറിലായിരിക്കും ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതൊരു വട്ടം എക്സാമിന് ചോദിച്ചതാണ്. ട്രീ ടോപ്പോളജിയിൽ ഏത് ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ ഏത് മാനറിലാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നത്? ഹൈറാർക്കിക്കൽ മാനറിലായിരിക്കും. അതായത് ഒന്നുമില്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും, അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഹൈബ്രിഡ് ടോപ്പോളജി. എന്താണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്? ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തം. അതായത് ഏതെങ്കിലും ഒക്കെ ടോപ്പോളജി കമ്പൈൻ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടോപ്പോളജിയാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഫിഗറിൽ നമ്മൾ നോക്കി 2 ടോപ്പോളജീസ് കാണാം. ഏതൊക്കെയാണ്? അതായത് സ്റ്റാർ ടോപ്പോളജി, ഒരു സെൻട്രൽ ഹബ് ഉണ്ട്, പിന്നെ 4 സിസ്റ്റംസ് സെൻട്രൽ ഹബിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് റിംഗ് ആയിട്ടുള്ള ഒരു ഫോം. അപ്പം ഈ ഹൈബ്രിഡ് ടോപ്പോളജിയിൽ ഇവിടെ എത്ര ടോപ്പോളജീസ് ഉണ്ട്? 2 ടോപ്പോളജീസ് ഉണ്ട്, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി. ഇങ്ങനെ പലതരത്തിലുള്ള ടോപ്പോളജീസ് കമ്പൈൻ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടോപ്പോളജിയാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ചിലപ്പോൾ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ബസ് ടോപ്പോളജിയും റിംഗും ആയിരിക്കും, അല്ലെങ്കിൽ റിംഗും ബസ്സും ആയിരിക്കും, റിംഗും ബസ്സും ട്രീയും കൂടെ കൂടിയിട്ടായിരിക്കും. അങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഹൈബ്രിഡ് ടോപ്പോളജീസ് കമ്പൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കോർ ഏരിയാസ്. ഇത് മാത്രമല്ല, ഇനിയും ഒത്തിരി ഏരിയാസ് ഉണ്ട്, അതെല്ലാം ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈബ്രറി ഇസ് എ ട്രിനിറ്റി ഓഫ്. ലൈബ്രറി എന്ന് പറയുന്നത് എന്തെല്ലാം കൂടുന്നതാണ്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബുക്സ്, ബിസിനസ്മെൻ ആൻഡ് റീഡേഴ്സ്, ബുക്സ്, സെമി പ്രൊഫഷണൽ സ്റ്റാഫ്, ബിൽഡിംഗ്, അതുപോലെ തന്നെ ബുക്സ്, റീഡേഴ്സ് ആൻഡ് സ്റ്റാഫ്,
ബുക്സ്, ഡാറ്റ ആൻഡ് ഓട്ടോമേഷൻ. നമുക്കറിയാം ലൈബ്രറി എന്ന് പറയുന്നത് അതിൻ്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? ബുക്സും റീഡേഴ്സും സ്റ്റാഫും കൂടെ കൂടുന്നതാണ് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ അല്ല, മറിച്ച് അതൊരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. അപ്പം ഈ ലൈബ്രറിയിൽ എന്തിൻ്റെയൊക്കെ ടേംസിലാണ് ഡെവലപ്മെന്റ് നടക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കേണ്ടത്? ഇൻ ടേംസ് ഓഫ് documents, readers, and staff. So we can see that library is a trinity of books, readers, and staff. Okay. Next one. Which law of library science states that library is never static? ലൈബ്രറി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, മറിച്ച് എന്താണ്? ഡൈനാമിക് ആണ്. ഓക്കെ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു പീരീഡിൽ ഗ്രോ ചെയ്യുന്നു, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആണ്. ഇപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? ലൈബ്രറി സയൻസിന്റെ 5th ലോയാണ് ലൈബ്രറി ഇസ് എ ഗ്രോയിങ് ഓർഗാനിസം എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ വീണ്ടും പറയുന്നു, 5 ലോസും ആ ഒരു ഓർഡറിൽ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പം എന്താണ് ലൈബ്രറി സയൻസിന്റെ ഒരു ലൈബ്രറീസ് എ ഡൈനാമിക് ലൈബ്രറി ഈസ് നെവർ സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏത് റൂളാണ്? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് 5th ലോയാണ്. ഓക്കെ. Next question. What is the chief record in a library? Options: catalog, shelf list, accession register, collection register. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലൈബ്രറിയുടെ ചീഫ് റെക്കോർഡ് എന്നറിയപ്പെടുന്ന എന്താണ്? അക്സഷൻ രജിസ്റ്റർ ആണ്. ഓക്കെ. അക്സഷൻ രജിസ്റ്റർ ആണ് ഒരു ലൈബ്രറിയുടെ ചീഫ് റെക്കോർഡ്. നെക്സ്റ്റ് വൺ. Morocco leather is developed from. Morocco leather is developed from. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോഡ് സ്കിൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. pigeon hole racks can be used for. എന്തിനാണ് നമ്മൾ pigeon hole rack യൂസ് ചെയ്യുന്നത്? ബുക്ക് ഡിസ്പ്ലേ, നോൺ ബുക്ക് മെറ്റീരിയൽ, പീരിയോഡിക്കൽ ഡിസ്പ്ലേ, നൺ ഓഫ് ദീസ്. ഓക്കെ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പീരിയോഡിക്കൽ ഡിസ്പ്ലേ. അതായത് പീരിയോഡിക്കൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ pigeon hole rack യൂസ് ചെയ്യുന്നത്. Next question. Which of the following is considered as the most accurate and real method of stock verification? Stock verification ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതും റിയൽ മെത്തേഡും ആയിട്ടുള്ള ഏതാണ് ഈ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഓൾ ഓഫ് ദി എബോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ അകത്ത് എല്ലാം എന്താണ്? സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും റിയൽ ആയിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഷെൽഫ് ലിസ്റ്റ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ബൈൻഡിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെതർ ഏതാണ്? വാട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ലെതർ ഫോർ ബൈൻഡിങ്? ഏതാണ്? ഷീപ്പ് സ്കിൻ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ.
Next question. Physical condition of the books should be properly maintained. This is known as physical condition of the books should be properly maintained. This is known as എന്താണ്? Okay, correct answer ആണ് conservation. Okay. Next one. Main use of shelf list. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഷെൽഫ് ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാറ്റലോഗിങ്ങിനാണോ, സർക്കുലേഷൻ ആണോ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണോ, അതുപോലെ തന്നെ ബുക്ക് സെലക്ഷന് വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷെൽഫ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ പല പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ഓക്കെ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണ് ഷെൽഫ് ലിസ്റ്റിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Documents are recorded in the accession register according to. എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ accession registerൽ നമ്മുടെ ഡോക്യുമെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നത്? According to the date of receipt in the library. Okay, correct answer ആണ് കേട്ടോ. According to the date of receipt in the library. Next question. Which one is the useful and best method of acquisition of serial publication in the library? ഏതാണ്? Which one is the useful and best method of acquisition of serial publications in libraries? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 3 കാർഡ് സിസ്റ്റം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ 3 കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് രംഗനാഥനാണ്. രംഗനാഥൻ 3 കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പീരിയോഡിക്കൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 3 കാർഡ് സിസ്റ്റത്തിൽ 3 കാർഡുകളുണ്ട്. ഏതൊക്കെയാണ്? രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ഈ രജിസ്റ്റർ കാർഡിൽ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നെയിം ഓഫ് ദി പീരിയോഡിക്കൽ, നെയിം ഓഫ് ദി സപ്ലയർ, പീരിയോഡിസിറ്റി, ഓർഡർ ഡീറ്റെയിൽസ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ, പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ റിസീവ് ചെയ്ത ഇഷ്യൂവിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രജിസ്റ്റർ കാർഡിലുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ചെക്ക് കാർഡ് എന്ന് പറയുന്നത്. ചെക്ക് കാർഡിലുള്ളത് ഇറ്റ് കണ്ടെയ്ൻ ദ കോളം ഫോർ വോളിയം ആൻഡ് നമ്പർ, ഡ്യൂ ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി റിമൈൻഡർ. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പം പീരിയോഡിക്കലിന്റെ കേസിലാണെങ്കിൽ എത്ര വോളിയൂംസ് നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ സപ്ലിമെന്റ്സ്, അതിന്റെ ക്യുമുലേറ്റീവ് ഇൻഡെക്സസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡിലുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. 3 കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രംഗനാഥനാണ്. അത് ഓരോ പീരിയോഡിക്കൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 3 കാർഡ് സിസ്റ്റത്തില് 3 കാർഡുകളാണുള്ളത്. 5 inch by 3 inch ആണ് അതിന്റെ സൈസ്. 3 കാർഡ് എന്ന് പറയുന്നത് ഏതൊക്കെ കാർഡാണെന്ന് മനസ്സിലാക്കുക. രജിസ്റ്റർ കാർഡ്, ചെക്ക് കാർഡ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻഡെക്സ് കാർഡ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റുമായിട്ടുള്ള സീരിയൽ പബ്ലിക്കേഷൻസ് അക്വയർ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? 3 കാർഡ് സിസ്റ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് ബുക്ക് സെലക്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ഏതാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് ബുക്ക് സെലക്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ്.
ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് മക്കാൾവി. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഓഫ് ബുക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു കോൾവി. ഓക്കെ, അപ്പം ആ ഒരു ബുക്ക് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത 4 പ്രിൻസിപ്പിൾസ്: ഡ്രൂറീസ് പ്രിൻസിപ്പിൾ, ഡേവിയസ് പ്രിൻസിപ്പിൾ, മക്കാൾവിൻസ് പ്രിൻസിപ്പിൾ ആൻഡ് ഫൈനലി ഏതാണ് നമ്മുടെ രംഗനാഥന്റെ ഫസ്റ്റ് 3 ലോസ് ഓഫ് ലൈബ്രറി സയൻസ്. അപ്പൊ അത്രയും ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പം ഡ്രൂറീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ദ റൈറ്റ് ബുക്ക് ടു ദ റൈറ്റ് റീഡർ അറ്റ് ദ റൈറ്റ് ടൈം. ഡേവിയസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ബെസ്റ്റ് റീഡിംഗ് ഫോർ ദി ലാർജസ്റ്റ് നമ്പർ അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ്. ഇനി മക്കാൾവിൻസ് പ്രിൻസിപ്പിളിന്റെ തിയറി എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ദ ബെസ്റ്റ് റീഡിംഗ് ഫോർ ദി ലാർജസ്റ്റ് നമ്പർ അറ്റ് ലീസ്റ്റ് കോസ്റ്റ് ഇസ് റിലേറ്റഡ് വിത്ത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞു. ഏതാണ്? ഓപ്ഷൻ 1 ആണോ, ഓപ്ഷൻ 2 ആണോ, ഓപ്ഷൻ 3 ആണോ, ഓപ്ഷൻ 4 ആണോ? Correct answer is option 1, Davy. Okay, Davy's principle states that the best reading for the largest number at least cost. Okay. Drury's principle are related with. എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബുക്ക് സെലക്ഷൻ ആണോ, ക്ലാസിഫിക്കേഷൻ ആണോ, കാറ്റലോഗിംഗ് ആണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ? ഏതുമായിട്ടാണ് ഡ്രൂറീസ് പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, എന്താണ്? ബുക്ക് സെലക്ഷനുമായിട്ടാണ്. ഓക്കെ, ഡ്രൂറീസ് പ്രിൻസിപ്പിൾ ആർ റിലേറ്റഡ് വിത്ത് ബുക്ക് സെലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ഓഫ് രംഗനാഥൻ ആർ ഹെൽപ്ഫുൾ ഫോർ സെലക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്? Which laws of library science of Ranganathan are helpful for selection of documents? ഏത് ലോയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രംഗനാഥന്റെ 5 ലോസിൽ ഫസ്റ്റ് 3 ലോസ് ആണ് ഡോക്യുമെന്റ് സെലക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് ലൈബ്രറി സയൻസ്, ബുക്സ് ആർ ഫോർ യൂസ്, ദെൻ എവ്രി റീഡർ ഹിസ് ഓർ ഹെർ ബുക്ക്, എവ്രി ബുക്ക് ഇറ്റ്സ് റീഡർ. അങ്ങനെ ആദ്യത്തെ 3 ലോസ് ആണ് രംഗനാഥന്റെ ഡോക്യുമെന്റ് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസിലെ 3 ലോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻവെന്റഡ് 3 കാർഡ് സിസ്റ്റം? 3 കാർഡ് സിസ്റ്റം ഇൻവെന്റ് ചെയ്തത് ആരാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആരാണ് 3 കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? രംഗനാഥനാണ്. 3 കാർഡ് സിസ്റ്റം വാസ് ഇൻവെന്റഡ് ബൈ ഡോക്ടർ SR രംഗനാഥൻ. Next question, who devised Cardex system for serial control? ഇപ്പോൾ സീരിയൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡെക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാർഡെക്സ് സിസ്റ്റം ഡിവൈസ് ചെയ്തത് ആരാണ്? ഡിവൈസ്ഡ് ബൈ റെമിംഗ്ടൺ റാൻഡോൾഫ് ഇന്ത്യ. Next question, ISBN of a book has how many digits? ഒരു ബുക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ് ISBN എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. ഓക്കെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറിന് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? കറന്റ് 13 ഡിജിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ജാനുവരി 2007 തൊട്ട് 30 ഡിജിറ്റ്സ് ആണുള്ളത്. ഓക്കെ, ISBN എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. അതിന് കറന്റ് 13 ഡിജിറ്റ്സ് ആണുള്ളത്. ഇനിയുള്ളതാണ് ISSN. ISSN എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് സീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ISBN 30 ഡിജിറ്റ് ആണെങ്കിൽ ISSN 8 ഡിജിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ISSN ഇന്ത്യയിലെ നാഷണൽ സെന്റർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അപ്പം ഇതും കൂടി നോട്ട് ചെയ്തോളുക.
ഫസ്റ്റ് ജാനുവരി 2007 തൊട്ട് ISBN 13 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പൊ അതിന് മുമ്പുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇയർ സ്പെസിഫൈ ചെയ്ത എക്സാമിന് ചോദിക്കാറുണ്ട്. 2007 മുമ്പ് എത്ര ഡിജിറ്റ്സ് ആയിരുന്നു? 10 ഡിജിറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എത്രയായിരുന്നു? 9 ഡിജിറ്റ്സ് ആയിരുന്നു. അപ്പൊ 3 ഇയറും ആ ടൈമിലുള്ള എത്ര ഡിജിറ്റ് ഉണ്ട് എന്നുള്ളതും നോട്ട് ചെയ്യുക. ISBN ഫുൾ ഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ എന്നാണ്. ISSN ഫുൾ ഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സീരിയൽ നമ്പർ എന്നാണ്. ഓക്കെ, ISBN എന്നുള്ളത് ബുക്കിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ, ISSN എന്നുള്ളത് സീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു മാരത്തോൺ സെക്ഷനിൽ കവർ ചെയ്തത്. അപ്പം ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഇനിയും ഒത്തിരി ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാരത്തോൺ സെക്ഷനിൽ നമ്മൾ കുറച്ച് കോർ ഏരിയാസ് ഡിസ്കസ് ചെയ്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒത്തിരി ഒത്തിരി മോക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ, നമ്മുടെ മാരത്തോൺ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you all, and all the best for your exams. Okay, thank you.